Hi guys, welcome to Shanks Info. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യൂണിവേഴ്സൽ വൈഫൈ റിമോട്ടിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, എൻ്റെ പേര് ഓക്ക് റിമോട്ട് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ യൂസ് എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിലെ ഓൾഡ് ഡിവൈസ് സച്ച് ആസ് എയർ കണ്ടീഷണർ, ടെലിവിഷൻ, സ്പീക്കേഴ്സ് എക്സെട്ര, അങ്ങനത്തെ പണ്ട് മേടിച്ചിരുന്ന ഡിവൈസിനൊക്കെ നമുക്ക് സ്മാർട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ വോയിസ് അസിസ്റ്റൻ്റ് അലക്സ അല്ലെങ്കിൽ ഗൂഗിൾ വച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, വോയിസ് കമാൻഡ്സ് യൂസിങ്. ഓക്കെ, അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസാണ് ഈ പർട്ടിക്കുലർ ഡിവൈസ്. ഇത് ശരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഒരു വൈഫൈ യൂണിവേഴ്സൽ റിമോട്ടാണിത്. ഓക്കെ, അപ്പം നിങ്ങളുടെ എക്സിസ്റ്റിംഗ് റിമോട്ടിന് പകരം, അതായത് ഇപ്പോൾ ഒരു എ സിയുടെ റിമോട്ട് ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങളുടെ ഓൾഡ് എ സിയുടെ റിമോട്ട്. അപ്പോൾ എ സിയുടെ റിമോട്ടിന് പകരം നിങ്ങൾക്ക് ഈ യൂണിറ്റ് റിമോട്ടായിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് വോയിസ് കമാൻഡ്സ് ത്രൂ നമുക്ക് എ സിയിലേക്ക് സിഗ്നൽ ഇത് പാസ് ചെയ്യും. ഓക്കെ, അതാണ് എൻ്റെ ബേസിക് വർക്കിംഗ് വരുന്നത്. സിമിലറായിട്ട് ബാക്കിയെല്ലാ ഡിവൈസ്, ടി വിയും സ്പീക്കറും ഒക്കെ സെയിം ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, നമുക്ക് ഒരു എക്സിസ്റ്റിംഗ് റിമോട്ട് വേണ്ട, അതിൻ്റെ ഒപ്പം വരുന്ന റിമോട്ടിന് പകരം നമുക്കൊരു യൂണിവേഴ്സൽ റിമോട്ടായിട്ട് ഇത് വർക്ക് ചെയ്യും. ഓക്കെ, ഇതെങ്ങനെ നമുക്ക് വർക്ക് ചെയ്യണം, ഇതെങ്ങനെ സെറ്റപ്പ് ചെയ്യണമെന്ന് നമുക്ക് കാണാം. ഈ ബോക്സിനകത്ത് നമുക്ക് വരുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഒരു ഡിവൈസ് വരും, അതിൻ്റെ ചാർജർ വരും. ഓക്കെ, ഇതാണ് അതിൻ്റെ ചാർജർ വരുന്നത്. പിന്നെ നമുക്കൊരു യൂസർ മാനുവൽ വരും, പിന്നെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൻ്റെ പേജും വരും. ഓക്കെ, ഇത്രയാണ് വരുന്നത്. ഇത് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ആദ്യം ഇവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, ഓക്ക് റിമോട്ട് എന്ന് പറഞ്ഞ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഡിവൈസ് ഓരോന്നായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെയാണ് അത് ഡിവൈസ് ആഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്, എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, പ്ലേ സ്റ്റോറിലേക്ക് പോവുക, ഓക്ക് സ്മാർട്ട് ഹോം ഓക്ക് റിമോട്ട് എന്നുകൊണ്ട് സെർച്ച് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ടോപ്പിൽ വരുന്ന ആപ്പാണ്. ഓക്ടർ എടുക്കുക, ഇൻസ്റ്റാൾ അടിക്കുക. ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, ഓപ്പൺ അടിക്കുക. ഓക്കെ, സെറ്റപ്പ് ആൻഡ് കൺട്രോൾ വിത്ത് ദിസ് ആപ്പ്. ഓക്കെ, നെക്സ്റ്റ്. നോ കണക്ട് പ്ലാൻ ഫ്രം എനിവേ സെറ്റ് ഷെഡ്യൂൾ. നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ്. ഹലോ, ലോഗിൻ സൈനപ്പ് അടിക്കുക. ഇമെയിൽ ഐ ഡി അടിച്ചിട്ട് ജിമെയിലിൽ വന്നേക്കണ കോഡ് എടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇമെയിലിൽ വന്നേക്കണ കോഡ് അടിച്ച് നിങ്ങൾ എൻ്റർ അടിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പേജാണ് വരുന്നത്. സെറ്റപ്പ് യുവർ ഓക്ടർ ഡിവൈസ്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുക. സ്മാർട്ട് പ്ലഗ്, സ്മാർട്ട് ഹോം, സ്മാർട്ട് ഇൻസ്റ്റലേഷൻ, ഓക്ക് റിമോട്ട്. ഓക്കെ, നമ്മുടെ വൈഫൈ യൂണിവേഴ്സൽ റിമോട്ടാണ്, ഓക്ക് റിമോട്ടാണ്. ആഡ് അടിക്കുക. ഓക്കെ, സ്കാനിങ്ങിന് ചോദിക്കുകയാണ്. അപ്പം നമുക്ക് അതിൻ്റെ QR കോഡ് കൊടുക്കണം. ഓക്കെ, നമ്മുടെ QR കോഡ് കൊടുക്കുക. ഓക്കെ, നമ്മൾ യെസ് അടിക്കുക. നിങ്ങൾക്കാണെങ്കിൽ ഡയറക്റ്റ്ലി ആഡ് ഓൺ ആവും നിങ്ങളുടെ ഡിവൈസിലേക്ക്. ടു യുവർ അക്കൗണ്ട് യു നീഡ് ടു കോൺഫിഗർ വൈഫൈ ടു യൂസ് ദിസ് ഓക്ക് റിമോട്ട്. ഓക്കെ, പ്രൊസീഡ് ടു കോൺഫിഗർ വൈഫൈ. ഓക്കെ, ഓൺ ചെയ്യുക. ഇനി ഓക്കെ, നെക്സ്റ്റ് അടിക്കുക. ആസ് എ ഡിവൈസ് വൈൽ യൂസിങ് ദ ആപ്പ്. ഓക്കെ, ഇനി നമ്മുടെ വൈഫൈയുടെ പാസ്വേഡ് ചോദിക്കും. ഇപ്പം നിങ്ങളുടെ വൈഫൈയുടെ പാസ്വേഡ് ഇൻപുട്ട് ചെയ്യുക. പാസ്വേഡ് ഇൻപുട്ട് ചെയ്തിട്ട് പ്രൊസീഡ് അടിക്കുക. ഇനി ലോങ് പ്രസ് കോൺഫിഗറേഷൻ ബട്ടൺ. ഇതാണ് നമ്മുടെ ബട്ടൺ വരുന്നത്. ഓക്കെ, വൈഫൈയുടെ ബട്ടൺ വരുന്നത്. ഇവിടെ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടുണ്ടെങ്കിൽ LED ലൈറ്റ് ഓഫ് ആവും. ഓക്കെ, ഓക്കെ, LED ഓഫ് ആയതിനു ശേഷം യെസ് LED ഈസ് ഓഫ് എന്ന് പറയാം, അടിക്കുക. ഓക്കെ, ഇനി സെൻഡിങ് ഇൻഫോ ടു ഡിവൈസ്, വെയിറ്റിംഗ് ഫോർ ക്ലൗഡ് കണക്ഷൻ, ഫിനിഷിംഗ് അപ്പ്. ഓക്കെ, ഇത് നിങ്ങളുടെ ഫൈനൽ സ്റ്റേജാണ്. ഓക്കെ, ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് സക്സസ്ഫുള്ളി കോൺഫിഗർഡ് വൈഫൈ വിത്ത് ഷങ്ക്സ് എന്ന് വരും. അത് നിങ്ങളുടെ ഷങ്ക്സ് എന്ന് പറഞ്ഞ വൈഫൈ നെറ്റ്വർക്കാണ് നിങ്ങളുടെ വീട്ടിലെ. ഓക്കെ, ഇനി എക്സിറ്റ് അടിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഓക്ക് റിമോട്ട് കാണാൻ പറ്റും.
ഇനി ഇതിനകത്ത് നമുക്ക് ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരു റിമോട്ട് ആഡ് ചെയ്തിട്ടില്ല നമ്മൾ. ഇനി നമുക്ക് ഓരോ റിമോട്ട് വൈസ് ആഡ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ടി വിയുടെ റിമോട്ട് ആഡ് ചെയ്യാം. റിമോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ആഡ് ഇൻഫ്രാറെഡ് റിമോട്ട് എടുക്കണം. ഓക്കെ, ചൂസ് ചെയ്യുക, ടി വി ചൂസ് ചെയ്യുക, ചൂസ് ബ്രാൻഡ്. എൻ്റെ ടി വി എൽ ജി ആയത് തന്നെ എൽ ജി ടി വി. നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, ടി വി ഓൺ ചെയ്യുക. എന്നിട്ട് ഓക്കെ, ടി വി ഓൺ ചെയ്യുക. ഇസ് ദ ടി വി ഓൺ? യെസ്. ക്ലിക്ക് ബട്ടൺ ആൻഡ് വാച്ച് ടി വി ഫോർ റെസ്പോൺസ്. ഓക്കെ, നമുക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പം ഇത് ചോദിക്കും നിങ്ങളുടെ ടി വി ഇപ്പോൾ മ്യൂട്ട് ആയിട്ടണോ എന്ന് ചോദിക്കും. നിങ്ങൾ മ്യൂട്ട് ആയിട്ടുണ്ടെങ്കിൽ യെസ് അടിക്കുക. മ്യൂട്ട് ആയിട്ടില്ല എൻ്റെ ടി വി, അത് കാരണം ഡിഡ് നോട്ട് വർക്ക് അടിക്കുക. നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോകും. സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഡിഡ് ദ ടി വി റെസ്പോണ്ട് എന്ന് ചോദിക്കും. ഓക്കെ, നോ അടിക്കുക. ഡിഡ് നോട്ട് വർക്ക് അടിക്കുക. ഓക്കെ, ടി വി ഇപ്പം എൻ്റെ മ്യൂട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വർക്ക്ഡ് അടിക്കുക. ഓക്കെ, അപ്പോൾ മോഡൽ 8 എന്ന് പറഞ്ഞാണ് എൽ ജി ടി വിയുടെ റിമോട്ട് വന്നേക്കുന്നത്. വർക്ക്ഡ് അടിക്കുക. എൽ ജി മോഡൽ 8. ഓക്കെ, ഗോ ടു ഹോം സ്ക്രീൻ. ഓക്കെ, എൽ ജി മോഡൽ 8 എന്ന് പറഞ്ഞാൽ വൈഫൈ സ്മാർട്ട് റിമോട്ട് ഓൺ ആയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ സ്ക്രീൻ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് അൺമ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് വോളിയം കേൾക്കാൻ പറ്റും ടി വിയുടെ. ഓക്കെ, ഇതിപ്പോൾ മ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, മ്യൂട്ട് അടിക്കുകയാണ്. ഓക്കെ, മ്യൂട്ട് അടിച്ചു. മ്യൂട്ട് ആയിട്ടുണ്ട് ടി വി. അൺമ്യൂട്ട് അടിച്ചു. ഓക്കെ, അൺമ്യൂട്ട് ആയിട്ടുണ്ട്. ഇനി ഓൺ ഓഫ് ചെയ്യാൻ ഓൺ ഓഫ് അടിച്ചു. ഓക്കെ, അപ്പോൾ ടി വി ഓഫ് ആയിട്ടുണ്ട്. ഒന്നും കൂടി അടിക്കാം. ഓൺ അടിക്കുന്നെങ്കിൽ ടി വി ഓൺ ആവുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, സൗണ്ട് കേൾക്കാൻ പറ്റും ടി വിയുടെ. ഓക്കെ, ഇനി അപ്പോൾ നമ്മുടെ ഈ മോഡൽ സെറ്റായിട്ടുണ്ട്. നമ്മുടെ ടി വിയുടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ റിമോട്ട് ആഡ് ചെയ്യാം. നമ്മുടെ കേബിളിൻ്റെ റിമോട്ട് ആഡ് ചെയ്യാം. കേബിളിൻ്റെ റിമോട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്കും സെയിം തന്നെ. ഓക്കെ, ഞാൻ ആദ്യം ടി വി മ്യൂട്ട് ചെയ്യട്ടെ. ടി വി മ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് ആഡ് ഓർ റിമൂവ് യൂസേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അല്ല, ആഡ് ന്യൂ ഇൻഫ്രാറെഡ് റിമോട്ട്. ഓക്കെ, അതെടുത്തു. ചൂസ് അടിക്കുക. സെറ്റ് ടോപ്പ് ബോക്സ് അടിക്കുക. അപ്പോൾ എൻ്റെ കേബിൾ പ്രൊവൈഡർ സിറ്റി ഡിജിറ്റലാണ്. ഓക്കെ, സിറ്റി കേബിളാണ്. അപ്പോൾ സിറ്റി കേബിൾ ഉണ്ടോയെന്ന് നോക്കാം. ചൂസ് ബ്രാൻഡ് എടുക്കുക. ഇതിനകത്ത് ഓപ്ഷൻസ് ഉണ്ടാവും. മിക്ക ഡിവൈസും ഇതിനകത്ത് ബിൽറ്റിൻ ഉണ്ടാവും റിമോട്ട്. ഓക്കെ, സിറ്റി കേബിൾ അടിക്കുക. അപ്പോൾ സിറ്റി കേബിൾ ഇതിപ്പോൾ ലൊക്കേഷൻ കൊച്ചി ആയത് കാരണം ലൊക്കേഷൻ കിട്ടുന്നില്ല. അത് കാരണം സിറ്റി കേബിൾ ബാംഗ്ലൂർ അടിക്കുകയാണ് ഞാൻ. സിറ്റി കേബിൾ ബാംഗ്ലൂർ. നെക്സ്റ്റ് അടിക്കുക. ചൂസ് റിമോട്ട് അടിക്കുക. സിറ്റി കേബിൾ മോഡൽ 1. നെക്സ്റ്റ് അടിക്കുക. സിറ്റി കേബിൾ മോഡൽ ആഡ് ആൻഡ് റെഡ്യൂസ്. ഓക്കെ, ഇത് ആഡ് ആയിട്ടുണ്ട്. നൗ ഇനി ഗോ ടു ഹോം സ്ക്രീൻ. ഇത് പ്രീസെറ്റ് റിമോട്ട്സ് ആണ്. ഇത് ആഡ് ആവുന്ന റിമോട്ടാണ്. ഓക്കെ, സിറ്റി കേബിൾ മോഡൽ 1 എന്നുള്ള പേരിലാണ്. ഇനി നമുക്ക് നമ്മുടെ ടി വി എടുത്ത് അൺമ്യൂട്ട് ചെയ്ത് നോക്കാം. അൺമ്യൂട്ട് ചെയ്യുക. ബാക്ക് അടിക്കുക. സിറ്റി കേബിൾ മോഡൽ 1 എടുക്കുക. ഓക്കെ, അത് ഫേവറേറ്റ് ചാനൽസ് ആണ്. അത് നമുക്ക് 1 ക്ലിക്കിൽ പോകാൻ പറ്റും. റിമോട്ട് എടുക്കുക. ഇപ്പോൾ ഇതിനകത്ത് വോളിയം ഡൗൺ വോളിയം അപ്പ് ഉണ്ട്. ചാനൽ പ്രസ് ചെയ്ത് നോക്കുക. പ്ലസ് ചാനൽ. ഓക്കെ, കണ്ടോ ചാനൽ മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും സൗണ്ട് വേരിയേഷൻ. ഇനി അടുത്ത ചാനൽ നോക്കാം. പ്ലസ് അടിക്കാം. ഓക്കെ, അടുത്ത ചാനൽ ഇവിടെ ബ്ലാങ്ക് ആണ്. ഓക്കെ, ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ വോളിയം അപ്പ് ഡൗൺ ഉണ്ട്. അപ്പോൾ ഞാൻ ബാക്ക് ചാനലിലേക്ക് പോകാം. അത് രണ്ടും ബ്ലാങ്ക് ആയിരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ചാനൽ മാറ്റിയിട്ടുണ്ട്. നമുക്ക് മ്യൂട്ട് ചെയ്യാം.
ഓക്കെ, ഇപ്പോൾ കേബിൾ മ്യൂട്ടായിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഓക്കെ. ഇപ്പോൾ ഞാൻ വോളിയം റെഡ്യൂസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും വോളിയം റെഡ്യൂസ് ആവുന്നത്. ഓക്കെ, ഓക്കെ. ഈ 2 റിമോട്ടും ആഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബാക്ക് അടിച്ചു. ഇപ്പോൾ സെറ്റപ്പ് ബോക്സ് ഓഫ് ചെയ്യണമെങ്കിൽ ഇതൊരു ഓപ്ഷനാണ്. ഓഫ് അടിക്കുമ്പോഴത്തേക്കും സെറ്റപ്പ് ബോക്സ് ഓഫ് ആവും. ഓക്കെ, ഞാനിപ്പോൾ ഓൺ ചെയ്യാൻ കൊടുക്കാം. ഓൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഓൺ ആയിക്കോളും. ഇങ്ങനെയാണ് നമ്മൾ ഓരോ മോഡൽ അനുസരിച്ച് നമുക്ക് റിമോട്ട് ആഡ് ചെയ്യണേ. ഇതിനകത്ത് നമുക്ക് LG മോഡൽ 8 സിറ്റി കേബിൾ മോഡൽ 1 എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ നെയിം എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നെയിം എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, LG TV എന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് അടിക്കുക. ഓക്കെ, ഇത് തന്നെ സിറ്റി കേബിൾ മോഡൽ 1 എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. അതും എഡിറ്റ് അടിക്കുക. ഓക്കെ, ഇവിടെ കേബിൾ എന്ന് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. കേബിൾ സെറ്റ് അടിക്കുക. ഓക്കെ, ഇത് രണ്ടും എഡിറ്റഡായി. ഇങ്ങനെയാണ് നമ്മൾ നെയിം ചേഞ്ച് ചെയ്യണത്. പിന്നെ ഡിലീറ്റ് ഓപ്ഷനുണ്ട്. ഡിലീറ്റ് ഇൻഫ്രാറെഡ് റിമോട്ട് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് എടുക്കും. അതെടുത്തിട്ട് പ്രൊസീഡ് അടിക്കുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ റിമോട്ട് ഡിലീറ്റ് ആവും. ഇതേപോലെ തന്നെ നിങ്ങൾ ആഡാണ്. പിന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ യൂസേഴ്സിനെ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, യൂസേഴ്സിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആൾക്കാരായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിനകത്തുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിങ്ക് വോയിസ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് ലെഫ്റ്റ് സൈഡിൽ. നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് അലക്സ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് റൈറ്റ് സൈഡിൽ. നിങ്ങൾക്ക് ഗൂഗിൾ ആണെങ്കിൽ ഗൂഗിൾ സെലക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അലക്സ ഉണ്ട്. അലക്സയുടെ അകത്ത് നിങ്ങൾക്ക് ലിങ്ക് വിത്ത് അലക്സ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡിവൈസ് മറ്റേ ഓക്ടർ ആപ്പിനെ അലക്സയായിട്ട് ലിങ്ക് ചെയ്യും. ലിങ്ക് വിത്ത് അലക്സ എനേബിൾ ദ ഹോം സ്കിൽ ആൻഡ് ലിങ്ക് യുവർ ടു അൺലിങ്ക് യുവർ അക്കൗണ്ട് ആൻഡ് ഡിസേബിൾ ദ സ്കിൽ ഇൻ അലക്സ ആപ്പ്. ഓക്കെ, ലിങ്ക് അടിക്കുക. ഓക്കെ, ആ പ്രൊസസ്സിന് ഇത്തിരി ടൈം പിടിക്കും. ലിങ്ക് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലക്സയുടെ ആപ്പ് ഓപ്പൺ ചെയ്യുക. അലക്സയുടെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിവൈസസ് എടുക്കുക. എന്നിട്ട് ഇവിടെ ഓൾ ഡിവൈസസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് റൈറ്റ് സൈഡിൽ. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേബിളും LGയും. ഇതാണ് നമ്മുടെ നേരത്തെ വരുന്ന കണക്റ്റഡ് വയ ഓക്ടർ സ്മാർട്ട് റിമോട്ട്. ഓക്കെ, LG എന്ന് പറയുന്നത് LG നമ്മുടെ TV ആണ്. കണക്റ്റഡ് വയ ഓക്ടർ സ്മാർട്ട് റിമോട്ട്. ഓക്കെ, ഇത് രണ്ടും ഇനിയിപ്പോൾ ആഡ് ആയിട്ടുണ്ട് അലക്സയിലേക്ക്. നമുക്കിനി വോയിസ് കമാൻഡ് കൊടുത്തു നോക്കാം എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ രണ്ട് റിമോട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് ഓക്ക് റിമോട്ട് വെച്ചിട്ട്. ഓക്കെ, ഇതാണ് ഇപ്പോൾ LG TVയുടെ റിമോട്ട് വരുന്നത്. ഇതാണ് നമ്മുടെ സിറ്റി കേബിളിൻ്റെ റിമോട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അലക്സ വെച്ച് കൺട്രോൾ ചെയ്ത് നോക്കാം. അലക്സ, സ്വിച്ച് ഓഫ് LG TV. ഓക്കെ, കണ്ടോ, ഓഫായിട്ടുണ്ട്. ഇനി നമുക്ക് ഓൺ ചെയ്യാം. അലക്സ, സ്വിച്ച് ഓൺ LG TV. ഓക്കെ, ഓക്കെ, ഓൺ ആയിട്ടുണ്ട്. അലക്സ, ഇൻക്രീസ് വോളിയം ഓൺ LG TV. ഓക്കെ, ഓക്കെ, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മ്യൂട്ട് ചെയ്യാം. അലക്സ, മ്യൂട്ട് LG TV. ഓക്കെ, അലക്സ, അൺമ്യൂട്ട് LG TV. ഓക്കെ, ഓക്കെ, ഇതിപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും നമ്മളിപ്പോൾ TVയുടെ കൺട്രോൾസൊക്കെ നമുക്ക് റിമോട്ട് യൂസ് ചെയ്യാതെ ഈ ഓക്ക് റിമോട്ട് എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് വെച്ചിട്ട് നമ്മൾ ചെയ്തു. ഓക്കെ, അലക്സ ത്രൂ വോയിസ് കമാൻഡ് വെച്ചിട്ട് ചെയ്തു.
ഇനി നമുക്ക് കേബിളിൻ്റെ ഇതേപോലെ തന്നെ ട്രൈ ചെയ്യാം. കേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള നെയിമിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അലക്സ സ്വിച്ച് ഓഫ് കേബിൾ. കണ്ടോ, കേബിൾ ഓഫായി. ഇനി അലക്സ സ്വിച്ച് ഓൺ കേബിൾ. ഓക്കെ, നമ്മുടെ കേബിൾ ഓൺ ആയിട്ടുണ്ട്, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പം നമുക്ക് മ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അതിൻ്റെ കേബിളിൻ്റെ റിമോട്ട് നമ്മൾ ടച്ച് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും. അലക്സ മ്യൂട്ട് കേബിൾ. ഓക്കെ, കണ്ടോ, റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ടോപ്പ് സൈഡിൽ കാണാൻ പറ്റും, മ്യൂട്ട് ആയിട്ടുണ്ട്. അലക്സ അൺമ്യൂട്ട് കേബിൾ. ഓക്കെ, അൺമ്യൂട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി വേറെ കമാൻഡ് കൊടുക്കാൻ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലക്സ ചാനൽ 100 ഓൺ കേബിൾ. ഓക്കെ, കണ്ടില്ലേ, നമുക്ക് ചാനലിൻ്റെ വോയിസ് കമാൻഡും കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പർട്ടിക്കുലർ ചാനലിൻ്റെ നമ്പർ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ നമ്പർ വോയിസ് കമാൻഡ്സ് ത്രൂ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ കറക്റ്റായിട്ട് ആ നെയിമിങ് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അലക്സ എറർ പറയും. ഓക്കെ, ഈ ഡിവൈസ് നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിവൈസിൻ്റെ IR വെച്ചിട്ട് റിമോട്ട് പോലെ ആക്ട് ചെയ്യണ കാരണം IR സിഗ്നൽസ് വന്ന് കൺട്രോൾ ചെയ്യണത് നിങ്ങളൊരു സെയിം റൂമിൽ തന്നെ ആയിരിക്കണം ഡിവൈസ്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഇതിപ്പോൾ ഞാൻ ഹാളിൽ വെച്ചേക്കുന്ന TV ആണ്. ഈ TV നിന്ന് നിങ്ങൾക്ക് ബെഡ്റൂമിൽ ആ ഡിവൈസസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, കാരണം IR സിഗ്നൽസ് പാസ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ സെയിം റൂമിൽ തന്നെ ആണെങ്കിൽ നിങ്ങളുടെ TV AC എല്ലാം കൂടി ഒറ്റയടിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിപ്പോൾ കണക്റ്റ് ആവുന്ന 2.4 GHz വൈഫൈ ത്രൂ തന്നെയാണ്. ഓക്കെ, ഇതൊരു യൂണിവേഴ്സൽ റിമോട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ റിമോട്ടും കൂടി ഇതിനകത്ത് 1 by 1 നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓൾഡ് ഡിവൈസ് എത്ര പഴയതാണെങ്കിലും ഈ IR വെച്ചിട്ട് നിങ്ങൾക്ക് സ്മാർട്ടാക്കാൻ പറ്റും. ഓക്കെ, ഈ യൂണിവേഴ്സൽ വൈഫൈ റിമോട്ടിൻ്റെ ലിങ്ക് ആമസോണിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാമെന്നാണ് ലിങ്ക് അടിച്ച്. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ ടൈപ്പ് ഓഫ് കമാൻഡ്സ്. ഓക്കെ, ടൈപ്പ് ഓഫ് കമാൻഡ്സ് മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അലക്സ ആണെങ്കിലും ഗൂഗിൾ ആണെങ്കിലും ഈ പർട്ടിക്കുലർ കമാൻഡ്സൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇത്രയും കമാൻഡ്സ് നമുക്ക് വോയിസ് കമാൻഡ്സ് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.